എഗ്ഗ് ദോശ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ദോശമാവ് ഈ ഒരു കൺസിസ്റ്റൻസിൽ എടുക്കണം. നമ്മൾ സാധാ ദോശയ്ക്ക് ഉണ്ടാക്കുന്ന അതേ കൺസിസ്റ്റൻസിൽ തന്നെ ദോശമാവ് എടുക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നില്ല, കാരണം എല്ലാവർക്കും അറിയേണ്ട കാര്യമല്ലേ ദോശമാവ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ദോശ ഉണ്ടാക്കാനുള്ള പാൻ ഞാനവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം ഒന്ന് തെളിച്ചു കൊടുക്കുക. ഇതെന്താണെന്ന് വെച്ചാൽ നല്ല ചൂടുണ്ടെങ്കിൽ നമ്മൾ ദോശ ഇങ്ങനെ ഒഴിക്കുമ്പോൾ തന്നെ ഒരുമിച്ച് കട്ട കെട്ടി വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി വെള്ളം ഒന്ന് ആ ചൂടൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി വെള്ളം തെളിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഒരു വലിയ തവി നിറച്ച് ദോശമാവ് ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം പരത്തി കൊടുക്കാം. നല്ല ഷേപ്പിൽ ദോശ പരത്തി കൊടുക്കാം. നമ്മൾ ശ്രദ്ധിക്കണം, ഫ്ലെയിം നല്ല കൂടുതലും പാടില്ല, അതേപോലെ തന്നെ ഭയങ്കര ലോ ഫ്ലെയിം പാടില്ല. ഒരു മീഡിയം ഫ്ലെയിം, ഒട്ടും മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ചെയ്യണമെങ്കിൽ ദോശമാവ് പരത്താനായിട്ട്. അപ്പോൾ ഞാൻ ഈ ദോശ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് പരത്തി നല്ല ഷേപ്പിൽ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് കുക്കാണ് വരെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വേവിക്കാം. എന്നിട്ട് ഒന്ന് കുക്കായതിന് ശേഷം മറിച്ചിടൊന്നും വേണ്ട, ആ സൈഡിൽ തന്നെ നമുക്ക് ഒരു മുട്ട, കോഴിമുട്ട ഞാൻ എടുത്തിട്ടുള്ള കോഴിമുട്ട ഇതേപോലെ പൊടിച്ചിട്ട് സെൻറ്ററിൽ ഒഴിച്ചിട്ട് അതെല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഉണ്ണിയും വെള്ളമൊക്കെ എല്ലായിടത്തേക്കും ദോശയുടെ സൈഡിലേക്കൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നല്ലോണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു ഗ്ലാസ്സിലിട്ടിട്ട് മുട്ട എഗ്ഗ് യോക്കും വൈറ്റും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഡയറക്റ്റ് ഒഴിച്ച് കൊടുത്താലും മതി, അങ്ങനെയായാലും മതി. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. നല്ലോണം ഒന്ന് പരത്തി കൊടുക്കുക, എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ശരിക്കും എഗ്ഗ് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഈ ഒരു റെസിപ്പി ആണെങ്കിൽ അവർ എന്തായാലും കഴിക്കും. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇവിടെ ഞാൻ മോൾക്കൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ആൾ ദോശയൊക്കെ കഴിക്കാൻ മടി പിടിക്കുന്ന സമയത്തൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ മുട്ട എത്തി, ദോശ എത്തി, നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ്, ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് തന്നെ പറയാം. ഇനി ഞാൻ അധികം നല്ല നാടൻ നെയ്യ്, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നെയ്യുന്നത് നല്ല നാടൻ നെയ്യ് കുറച്ച് അധികം തന്നെ എഴുതി കൊടുക്കുന്നു. കുട്ടികൾക്ക് കമ്പ നെയ്യ് നല്ലതല്ലേ. അപ്പോൾ കുട്ടികളുടെ ടേസ്റ്റ് അനുസരിച്ച് എത്ര നെയ്യ് വേണോ അതനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നെയ്യ് താല്പര്യമില്ലെങ്കിൽ നല്ലെണ്ണയിലും ആഡ് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇനി ഞാൻ അത് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എഗ്ഗ് കുക്ക് ചെയ്യാത്ത പോലെയൊക്കെ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് മാക്സിമം ഒരു 10 സെക്കൻഡ്, അതിൻ്റെ അപ്പുറം വേണ്ട, ഒന്ന് തിരിച്ചിടുക വീണ്ടും. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിക്കണം. ഞാൻ ഫ്ലെയിം ഇപ്പോൾ ലോ ആണ്, നമുക്കത് ശ്രദ്ധിക്കണം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ കരിയും, താഴ്ഭാഗം കരിയും. പിന്നെ നമുക്ക് അതിലേക്ക് കെച്ചപ്പാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കെച്ചപ്പ് ഒന്നും എന്നും കുട്ടികൾക്ക് കൊടുക്കണം നല്ലതല്ല, എന്നാലും ഇടയ്ക്കൊക്കെ ഒന്ന് കൊടുത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കെച്ചപ്പ് അതുപോലെ തന്നെ മയോണൈസ് ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തു. ഇപ്പം നിങ്ങൾക്ക് കെച്ചപ്പ് മാത്രം ഇഷ്ടമാണെങ്കിൽ അത് ആഡ് ചെയ്താൽ മതി. അപ്പോൾ മയോണൈസ് മാത്രമാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അത് ഓരോരുത്തർ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചീസ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് ചീസും കൂടി ഇതിൽ ഇട്ടെടുത്ത് ഒന്നും കൂടി ഹെൽത്തി ആവും, നല്ല ടേസ്റ്റി ആവും. ഒന്നും കൂടി കുറച്ചും കൂടി ഹെൽത്തി വേർഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ കെച്ചപ്പൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കുന്നതല്ലേ ഉള്ളൂ, മയോണൈസും. അതൊന്നും ഇല്ലെങ്കിലും തന്നെ ഈ വെറുതെ എഗ്ഗ് ദോശ നല്ല ടേസ്റ്റിയാണ്. അതുപോലെ ഇപ്പോൾ ഒണിയനൊക്കെ കടിക്കാൻ ഇഷ്ടമുള്ള പിള്ളേർക്കൊക്കെ ആണെങ്കിൽ ഒണിയനൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാതെ ഓരോരുത്തർ ടേസ്റ്റിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ. ഇപ്പോൾ എരിവ് ഇഷ്ടമുള്ള കുട്ടികൾക്ക് കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പം അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം. അപ്പോൾ നമ്മളുടെ എഗ്ഗ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, നമുക്ക് എല്ലാവർക്കും വലിയവർക്കൊക്കെ ഒരേപോലെ തന്നെ ഇഷ്ടപ്പെടും. പിന്നെ വേറെ കറികളൊന്നും ഉണ്ടാക്കേണ്ട, ചട്നി സാമ്പാറൊന്നും വേണ്ട, വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റിയാണ്, പെട്ടെന്ന് തന്നെ കഴിയുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.